നമസ്കാരം എല്ലാവർക്കും. ജ്യോതിസ് പള്ളിക്കുന്നാലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നലെ വന്ന് കിടന്ന അതേ ബ്ലോക്കിൽ തന്നെയാട്ടാ. ഇന്നലെ കിടന്നില്ലേ അതേ സ്ഥലത്ത് തന്നെ, മേഘാലയത്തിൽ തന്നെ, അതേ കൂടെ തന്നെ ഇങ്ങനെ കുത്തിക്കയറി വരിക. മേഘാലയ വഴിയുടെ അവസ്ഥ. ഇന്നലെ രാത്രി 11 മണിക്കാണ് വണ്ടി വിട്ടത്. 11 മണി കഴിഞ്ഞിട്ട് ഇതേ തുഴച്ചിലാ. നമ്മുടെ ബായി ഇതേ മുമ്പിലുണ്ട്. ഇതേ തുഴപ്പോലെ ഇരുന്ന് തുഴഞ്ഞു പോവാണ്. ഒന്നും പറയണ്ടെന്നേ, വഴി എന്ന് പറഞ്ഞാൽ എന്ത് മോശമാണെന്നറിയാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഉറങ്ങിയിട്ടില്ല രാത്രി. ഇതേപോലെ ഇങ്ങനെ പോവാ. കുറച്ചു നേരം കഴിയുമ്പോൾ വണ്ടി നിർത്തും, പിന്നെ വണ്ടി ഇങ്ങനെ വിടും. ഇതന്നെ പരിപാടി. റോഡെന്ന് പറഞ്ഞ സാധനം ഇല്ല മേഘാലയയിൽ. ഈ അടിസ്ഥാനത്തിലാണ് വണ്ടി വിടണേ. ഇവിടുന്ന് ഇപ്പം അങ്ങോട്ടുള്ള വണ്ടികളാണ്. അതായത് ഷില്ലോങ്ങിൽ നിന്ന് സിലിച്ചറിലേക്ക് വണ്ടികളാണ് ഇപ്പോൾ രാത്രി വിടുന്നത്. ഇനി പകൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വണ്ടികളാണ് വിടുക. അതാണ് നമ്മൾ ഇന്നലെ രാത്രി അവിടെ പിടിച്ചിട്ടത്. അല്ല, ഇന്നലെ പകലവിടെ പിടിച്ചിട്ടത്. നേരം വെളുത്തു കണ്ട. ആ മലയാണ് കയറി പോകണ്ട. ഈ മല മുകളിൽ കൂടെ അങ്ങോട്ട് കയറി പോകണം നമുക്ക്. ഇവിടെ വണ്ടി നിർത്തി. ഇതേ തന്നെ എടുക്കണം. ഒരു 2 മിനിറ്റ് വണ്ടി ഓടും, എന്നിട്ട് വണ്ടി അപ്പോൾ വണ്ടികളെല്ലാം നിർത്തും. പുറകേക്ക് വണ്ടി നോക്കി വരുന്നൊക്കെ ഇടങ്ങാറായിന്നേ. എടുക്കണ്ട. വഴി എന്ന് പറഞ്ഞ സാധനം ഇല്ല. അങ്ങനെ ഏറ്റവും വലിയ വണ്ടി ഇറങ്ങി വരണോ മുകളിൽ നിന്ന്. വഴി കണ്ട, വഴി എന്താ നോക്ക് വഴിയുടെ അവസ്ഥ. അതൊക്കെ ബേക്കിൽ നിന്നൊക്കെ പൊട്ടണ സൗണ്ടൊക്കെ കേൾക്കണ്ടേ, എന്താണാവോ. എന്തുട്ടാ ജാമ നോക്കി. അനങ്ങണില്ലെന്നല്ല, വഴി എന്ന് പറഞ്ഞ സംഭവമില്ല റോട്ടില്. വഴിയുടെ കോലം കണ്ട. എന്താവോ വണ്ടിയിലിരിക്കണ ലോഡിന്റെ സാധനമൊക്കെ. ബേക്കിന്നൊക്കെ ഞാൻ പറയാം സൗണ്ട് എന്താ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. വഴി എന്ന് പറയുന്നത് ഇന്നലെ രാത്രി തുടങ്ങി തുഴച്ചിട്ടത്. ഇവിടുത്തെ ടാറിങ്ങൊക്കെ കഴിഞ്ഞു തോന്നുന്നുണ്ട്. കുറച്ച് ഇത് കാണാണ്ട് വഴി. ഇത്രയ്ക്ക് മോശം വഴി എൻ്റെ പൊന്നോ, എന്തൊരു മോശം വഴി. ഇതിപ്പോൾ നോക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ ആവും. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ അവസ്ഥയാവും. ഇന്നലെ രാത്രി ഇതുപോലെ തന്നെ ഇങ്ങനെ കുറച്ച് ദൂരം ഉണ്ടാവും വഴി, നല്ല വഴി. അത് കഴിയുമ്പോൾ പിന്നെ വഴി വീണ്ടും അലമ്പ് വഴിയാവും. പറഞ്ഞില്ലേ കുറച്ച് ദൂരം ഉണ്ടാവുള്ളൂ നല്ല വഴി, കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞ വഴിയാവും പറഞ്ഞില്ലേ. കണ്ടില്ലേ വഴിയുടെ അവസ്ഥ ഉണ്ടല്ലേ. വണ്ടി കംപ്ലൈൻ്റ് കിടക്കണതാ. നമ്മളങ്ങനെ തിരിഞ്ഞങ്ങോട്ട് ഇറങ്ങി പോണം. അതിൽ പോണം, നമ്മളും അതിൽ തന്നെ പോണേ. എന്തൊരു വഴിയാണപ്പോ. ആരാൻ ചോദിക്കാനും പറയില്ല. പഴിപ്പണി നടക്കണ്ടോ, അതിൻ്റെയൊക്കെ ആയിരിക്കും കുഴപ്പം. അവസ്ഥ ഉണ്ടോ. നമ്മുടെ നാട്ടില് പഞ്ചായത്ത് ഓരോ വഴി പോലും ഇങ്ങനത്തെ വഴി ഉണ്ടാവില്ല. വഴി കണ്ട. വണ്ട കുഴികളും ഇന്നലെ തുടങ്ങിയ പരിപാടിയാണ് ഈ ഇതിനകത്ത്. പാലത്തിന്റെ കമ്പിയൊക്കെ പുറത്തേക്ക് വന്ന് നിൽക്കണ നോക്കിയ. കമ്പിയൊക്കെ നിൽക്കണ പുറത്തേക്ക്. കമ്പി നോക്കി. ആണ് വഴി അവസ്ഥ. എന്നിട്ടാ വഴിയുടെ അവസ്ഥ. നാഷണൽ ഹൈവേ ആണ് കേട്ടോ, സ്റ്റേറ്റ് ഹൈവേ ഒന്നുമല്ല, നാഷണൽ ഹൈവേ ആണ്. NH6 ആണത്.
ഇങ്ങനെ ചാടി 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 വന്നു കഴിയുമ്പോൾ കുറച്ച് ദൂരത്തുമ്പോൾ നല്ല വഴി കിട്ടും. ഒരു 1/2 കിലോമീറ്റർ ഇവിടം വരെ ടാറിങ്ങെത്തി. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടാവും, ഒരു 1/2 കിലോമീറ്റർ നല്ല വഴി കിട്ടും. അത് കഴിയുമ്പോൾ വീണ്ടും പൊട്ട വഴി. വണ്ടിയുടെ കോലം പോയിൻ്റെ പോവും. ഒരു സൈഡ് ടാറിങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ സൈഡ് പൊളിഞ്ഞു തുടങ്ങി. ഇതുണ്ട് ഇവിടെ ഒക്കെ പൊളിഞ്ഞു തുടങ്ങി. അപ്പോഴത്തേക്കും ആ ടാറിങ്ങിൻ്റെ ഗുണമായി അത് വീണ്ടും തുടങ്ങി പൊട്ടി പൊളിഞ്ഞാൽ. എന്ത് നല്ല സുന്ദരമായ വഴിയില്ലേ. എന്താ പറയാ, ഇവിടേക്കൊക്കെ വരണമെങ്കിണ്ടല്ലോ. ഇവിടുത്തെ വഴിക്കാരെയൊക്കെ വണ്ടിക്കാരെയൊക്കെ സമ്മതിക്കണപ്പോ. ആ വഴി ഈ അധികം ഇങ്ങനെ വഴി പോകണതല്ല. ഈ മലയിൽ നിന്ന് വെള്ളം ഒഴിക്കണ്ട. ഈ വെള്ളം ഒഴുകി ഇങ്ങനെ റോട്ടിൽ കൂടെ, ആ വെള്ളം സൈഡിലൂടെ പോകാനുള്ള വഴി ഉണ്ടാക്കി കഴിഞ്ഞാൽ വഴി ഇങ്ങനെ പൊളിഞ്ഞു പോവില്ല. കവുങ്ങ് കണ്ട, കവുങ്ങ് ഇവിടെ കണ്ടവനം കവുങ്ങുണ്ടോ? ഇത് കണ്ടോ, അത് കുറച്ച് വഴി നന്നായിട്ട് പണിയും. അത് കഴിഞ്ഞിട്ട് 100 മീറ്റർ പണി. അത് കഴിഞ്ഞാൽ പിന്നെ 2 കിലോമീറ്റർ 2.5 4 കിലോമീറ്റർ പിന്നെ പൊട്ടിപ്പൊളിഞ്ഞ വഴിയാണ്. കണ്ടോ, കവുങ്ങൻ തോട്ടങ്ങളാണ്, കവുങ്ങൻ തോട്ടങ്ങൾ. മേഘാലയ ഒരു ടൗണിൻ്റെ ഭാഗങ്ങളാണ്. ടൗൺ കാലത്ത് എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. മേഘാലയ ഒന്ന് കടന്ന് കിട്ടിയിരുന്നെങ്കിൽ. പോലോ ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും മാത്രം, വേറൊരു ഗിയർ കൊടുക്കാൻ പറ്റില്ല. അതേ വണ്ടി സെക്കൻഡ് ഗിയറിലാണ് പോണ വണ്ടി. വണ്ടി ഒന്ന് സൈഡാക്കി നിർത്തിയതെന്ന് അറിയാം. നമ്മളിപ്പോൾ എക്സ്പ്രസ് ഹൈവേ കൂടെ അല്ലേ വന്നത്. അപ്പോൾ ആ ടയറും കാര്യങ്ങളൊക്കെ നോക്കാൻ അദ്ദേഹം തമ്മിൽ വെച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. ഇതാന്ന് നോക്കിയാൽ പൊടി. അപ്പോൾ ഒന്ന് നിർത്തിയതാണ് വണ്ടി നോക്കാൻ വേണ്ടിയിട്ട്. ടയറും കാര്യങ്ങളൊക്കെ നോക്കണം, ലോഡിൻ്റെ സെറ്റപ്പൊക്കെ നോക്കണം. എന്താ നോക്കണ്ട, റോഡിൻ്റെ അവസ്ഥ ഉണ്ടോ? വഴിയുടെ കോലം കണ്ട, വഴിന്ന് പറഞ്ഞ സാധനം ഇല്ല. ഇത്രയും മോശമായിട്ടുള്ള നാഷണൽ ഹൈവേ നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇത് പണി നടക്കണുണ്ട് കേട്ടോ. ഇനി അതും പറയാനുണ്ടോ, പണി നടക്കണത് മൊത്തം പൊട്ടിപ്പൊളിച്ചിട്ടാണോ? മിനിഞ്ഞാന്ന് രാത്രി കയറിയതാ മേഘാലയ. നോക്കിയേ കവുങ്ങ് കണ്ട, കവുങ്ങ്. ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരെ സമ്മതിക്കും കേട്ടോ. പിന്നെ ശീലായി. വഴിയുടെ അവസ്ഥ കണ്ട. ഓക്കെ, മലയൊക്കെ ഇടിച്ച് ഒരു സൈഡൊക്കെ കെട്ടണ്ട. ഒരു സൈഡ് കെട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അടുത്ത മഴയത്തെ മുഴുവൻ ഇങ്ങോട്ട് തിരിച്ചു വരും. ഇവിടെ കുറച്ച് ഭാഗം ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. കഴിയാറായി, മേഘാലയ കഴിയാറായി. 2 ദിവസം പോയേ. ബായി നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടാ. ബായിയുടെ ഇങ്ങനെ ഇരുത്തം വന്നല്ലോ അവിടെ കയറണേ. ബായി ഇടയ്ക്ക് നല്ല വഴി വരുമ്പോൾ ബായി കാലെടുത്ത് പോകും. നമുക്കങ്ങനെ കാലെടുത്ത് പോകാൻ പറ്റാത്ത കാരണം ഇടയ്ക്കിടയ്ക്ക് ബായിനെ കാണാതെ. എന്താ കുഴികൾ നോക്കിയേ. വഴിയുടെ അവസ്ഥ ഉണ്ടോ? വന്നത് അവിടെ നിന്നാണ്. പൊക്കോളുണ്ടോ? മൊബൈൽ അത്ര ക്ലിയർ ആവാത്ത അടിവാരം മേഘാലയ. ടാങ്കർ വണ്ടി എടുക്കണോ? ഗ്യാസ് ടാങ്കറുകൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഒരു ടോറസിന് ടാങ്കർ കണ്ടു. നമ്മളെ നാട്ടിലൊക്കെ ട്രെയിലറാണ് വരിക. അപ്പോൾ 2ാമത്തെ ടോറസ്. ഇവിടെ ഇങ്ങനത്തെ വണ്ടികളെ വരുള്ളൂ. ഈ ടിപ്പറി കയറിയാണ് എത്ര ടൺ ഉണ്ടാവില്ല. ഈ ജാതി ലോഡ് കയറിപ്പോയി പിന്നെ അങ്ങനെ വടിയൊക്കെ ഇങ്ങനെ പോകാണ്ടിരിക്കും.
ഇതാണ് അവസ്ഥ. ഭയങ്കര ജാമാണ് ബ്ലോക്ക്. ഇന്നത്തെ പകലത്തെ ബ്ലോക്ക് തുടങ്ങി. 2 ദിവസം അതിനകത്തേക്ക് വന്നിട്ടാ. നമ്മുടെ കുട്ടി തേ നിൽക്കണം. എന്താ ബ്ലോക്ക് എന്നറിയാം. ബായിയുടെ വണ്ടി മുമ്പിൽ ആദ്യം ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക്. ഇനി എപ്പത്തോ ഇത് 10-30 കിലോമീറ്റർ ഉള്ളു പോകാൻ. അത് എപ്പോൾ എത്തും എന്നുള്ള കാര്യം ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ആ ബ്ലോക്ക് മാറി വണ്ടി പതുക്കെ എടുത്തെടുത്ത് പോവാ. എന്തൊക്കെ കല്ലൊക്കെ വയ്ക്കുന്ന റോട്ടിൽ. റോഡിൻ്റെ അവസ്ഥ ഉണ്ടോ? ഇപ്പം മനുഷ്യന്മാരെ സമ്മതിക്കണം കേട്ടോ. ഒരു കാര്യം അവര് അവരുടെ ശീലമായില്ല. വഴിയുടെ അവസ്ഥ പുറകെ കിടന്ന ഹോണടി കേൾക്കുമ്പോഴാണ് ദേഷ്യം പറഞ്ഞത്. കണ്ടോ വഴി കണ്ടോ? അങ്ങോട്ട് പോണ വണ്ടികളൊക്കെ തടഞ്ഞിട്ടാണ് ഇന്നലത്തെ പോലെ. അങ്ങോട്ട് പോണ വണ്ടികളൊക്കെ ഞങ്ങളെന്താ തടഞ്ഞ പോലെ അങ്ങോട്ട് പോണ വണ്ടികളൊക്കെ തടഞ്ഞിട്ടേക്കുക. ഇത്ര നേരം വന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. തമിഴന്മാരുടെ ഒറ്റ വണ്ടിയില്ല കേട്ടോ. അല്ലെങ്കിൽ എന്തുമാത്രം തമിഴന്മാർ വന്നു. നമ്മൾ ഞാൻ ഇങ്ങോട്ടേക്ക് കിടക്കുമ്പോൾ കണ്ട ഒരു 14 വേലി മാത്രമേ ഉള്ളൂ. വേറെ ഒറ്റ വണ്ടി കാണാനില്ല. ഈ വഴി ഇങ്ങനെ പൊട്ടിപ്പൊളിച്ച് നടക്കുന്ന കാരണമാണ് എണ്ണന്മാർ വരാത്തതുകൊണ്ട്. അല്ലെങ്കിൽ എന്തുമാത്രം എണ്ണന്മാരുടെ വണ്ടി വരണ സ്ഥലം റൂട്ടാണെന്നറിയത്. ആ മലയുടെ മോളിൽ കിടക്കണുണ്ടോ വണ്ടികൾ. നമ്മളിനി ഇവിടുന്ന് നേരെ പോയിട്ട് ഉണ്ടോ, നമ്മളിങ്ങനെ പോയിട്ട് ആ മല കയറി പോകണം. നമ്മൾ മലയുടെ മുകളിലുണ്ട് വണ്ടികൾ. നമ്മളൊന്ന് അങ്ങനെ വളഞ്ഞ് കറങ്ങി പോകണം. നമ്മൾ മേഘാലയ കഴിയാൻ പോകണം. അധികം ദൂരമില്ല മേഘാലയയിൽ. മേഘാലയ ഇന്നത്തെ പകൽ മാത്രം 700 രൂപ. ഇന്ന് കാലത്ത് വണ്ടി എടുത്തപ്പോൾ ഇന്നലെ രാത്രി 11 മണി തൊട്ടിട്ട് ഇന്ന് ഈ നേരം വരെ മേഘാലയ ഓടാൻ വേണ്ടി 700 രൂപ വണ്ടിക്ക് ചിലവ്. 700 രൂപ. ഇപ്പോൾ ഇവിടെ RTO കുറച്ച് തൊട്ട് പറയുന്നുണ്ട് 400 രൂപ RTOക്ക് പാസ്സാകാൻ. 400 രൂപ. ഈ പാലം കിടന്നാൽ നമ്മൾ വീണ്ടും ആസാമിലേക്ക് കയറും കേട്ടോ. വീണ്ടും ആസാം. പാലത്തിൻ്റെ കോലം നോക്കിയ കമ്പിയൊക്കെ പുറത്തേക്ക് നിൽക്കണം. എപ്പിടിഞ്ഞ് താഴ്ത്തു പോവോ? കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആസാമിലേക്ക് കയറും. ഇപ്പോൾ വന്നതുണ്ട്, അവിടെ നിന്നാണ് വന്നത്. ഇവിടെ നിന്നാണ് വണ്ടി പറഞ്ഞത്. നമ്മുടെ നാട്ടിലാണെന്ന് ആലോചിക്കുക. ഇങ്ങനെ പാലത്തുമ്പോൾ കമ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പാലത്തിന് നമ്മൾ തുറന്നു കൊടുക്കാൻ നാട്ടുകാർ സമ്മതിക്കുമോ? നാട്ടുകാർ നമ്മുടെ നാട്ടിലെ ദൃശ്യമാധ്യമങ്ങളൊക്കെ സമ്മതിക്കുമോ? ഭയങ്കര ന്യൂസ് അറിയില്ലേ? അതിൻ്റെ 2 ദിവസം അന്തിച്ചർച്ചയ്ക്കുണ്ട് പോയില്ലേ വീട്ടിൽ. നോക്കി എന്താ വഴി നോക്കി. ടോൾ റോഡ് ഉണ്ട്. എന്ത് ടോൾ റോഡ് അല്ല. ഈ റോഡിൽ 2 ടോൾ ഉണ്ടായിരുന്നു കേട്ടോ. ഷില്ലോങ് എത്തണമ്പോൾ 2 ടോൾ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ ആസാമിലേക്ക് കയറി. കണ്ടോ വണ്ടികൾ തടുത്തിട്ടാണ്. ഇത് രാത്രിക്ക് ഇനി വിടുള്ളൂ. അങ്ങനെ വണ്ടികൾ ഇവർ തടുത്തിട്ടാണത്. നമ്മളെന്നാലും തടുത്തിട്ടോ. സിരിച്ചാർ 58 കിലോമീറ്ററിന് നമ്മളങ്ങനെ ആസാമിൽ കയറി. വീണ്ടും ആസാമിൽ കയറി. നല്ല വരി ഉണ്ട് ഇവിടെ. നല്ല വരിയുണ്ട്. ഇന്നലെ ഞങ്ങളായിരുന്നു ഇതേപോലെ അവിടെ കിടന്നത്. ഗംഭീര വരിയാട്ടോ. നമ്മളിപ്പോൾ ചെക്കോസ് കഴിഞ്ഞിട്ട് 3-4 കിലോമീറ്റർ പോകുന്നു. എന്നിട്ട് നല്ല ബെസ്റ്റ് വരിയാണ്. നല്ല ബെസ്റ്റ് സൂപ്പർ വഴി. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഈ വഴിക്ക് വരണ്ട. ആ പ്ലോങ് വഴിക്ക് പോകാം നല്ലത്. അല്ലെങ്കിൽ പണി പോളും. ഇത്രയ്ക്ക് ഡാമേജ് ആണെന്ന് അറിയാതെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അപ്ലോങ് വഴിക്ക് പോരുന്നു. വെറുതെ 2.5 ദിവസം വെറുതെ കളഞ്ഞു. 2 ദിവസത്തിന് ശേഷം നല്ലൊരു വഴി കണ്ടല്ലോ ദിനീഷ. 2 ദിവസത്തിന് ശേഷം സെക്കൻഡ് ഗിയറിലേക്ക് വണ്ടി മാറി. അല്ല സെക്കൻഡല്ല, 4ാമത്തെ ഗിയറിലേക്ക് വണ്ടി മാറി. അല്ലെങ്കിൽ ഫസ്റ്റ് 2.5 ദിവസം ഫസ്റ്റ് സെക്കൻഡ് തന്നെ ഇട്ട് ഓടിച്ച വണ്ടി. എന്ത് വണ്ടിയാന്ന് നോക്കിയേ.
നമ്മളങ്ങനെ ആ സ്ഥലമൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ കൊണ്ട് നിർത്തി. നമ്മുടെ വണ്ടി അപ്പുറത്ത് നിർത്തിയേക്കാണ്. അപ്പോൾ ബായി ഇവിടെ കുളിച്ച് റെസ്റ്റ് എടുത്തിട്ട് ബായി വൈകുന്നേരം വരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ടേ വിശന്നിട്ട് പാടില്ല. അപ്പോൾ ഇന്നലെ രാത്രി മുഴുവൻ പണിയില്ലായിരുന്നോ, ഉരുട്ടില്ലായിരുന്നോ വണ്ടി. അപ്പോൾ ബായുടെ വണ്ടി നമ്മുടെ വണ്ടി അപ്പുറത്തോണ്ട് നിർത്തിയേക്കുക. അപ്പോൾ ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് എടുത്ത് പോകാമെന്നുള്ള പരിപാടിയാണ്. ഇതാണ് ബായി നമ്മുടെ. നമ്മളിനി അടുത്ത എപ്പോഴെങ്കിലും കാണാം ബായിനെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകണം. നമ്മുടെ ദിനീഷ് അവിടെ നിൽക്കുന്നുണ്ട്. വെച്ച മീൻകറിയാണ്, അതിൻ്റെ ബാക്കി ഇത്രയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് ചോറ് മേടിച്ചു. അപ്പോൾ ആ മീൻകറിയും കൊണ്ടുവന്നു. ഇവിടെ നമ്മുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ നടക്കുമോ? ഇവിടെ കുഴപ്പമില്ല. ബായി വന്ന് സംസാരിച്ചു. അപ്പോൾ ഇത് കഴിക്കട്ടെ. ബായോടെ വണ്ടി കൊണ്ടുവന്ന് നന്നായിട്ട് ഒതുക്കിയിരുത്. ബായോടെ ഭക്ഷണം കഴിക്കണേ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പോട്ടെ. നമ്മൾ രണ്ടെണ്ണം അകരത്തിലേക്ക്, ഞങ്ങളും അകരത്തിലേക്ക് ആയിരുന്നെങ്കിൽ ബായുടെ കൂടെ പോകുമായിരുന്നു. അപ്പോൾ നമ്മളിവിടുന്ന് ഇനി ഇടത്തോട്ട് ഐസ് കൊടുക്കല്ലേ, ബായ് വലത്തോട്ടും. അപ്പോൾ ബായിക്ക് ഉറങ്ങണമെന്ന് കാരണം എന്താ വെച്ചാൽ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ലേ. 11 മണിട്ട് ഇങ്ങനെ അനിക്കിരിക്കല്ലോ. ഇപ്പോഴല്ലേ ഒന്ന് നല്ല ബ്ലോക്ക് കിട്ടുക മാറിയത്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം, ഞാനപ്പോൾ ഐസോൾ റോഡിൽ കയറിയിട്ടേ മാക്സിമം എവിടെ എത്രയും പോകുന്നിടത്തോളം പോകാൻ, എന്നിട്ട് എവിടെയും കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ വണ്ടീനെ നമ്മളിവിടെ കൊണ്ട് സൈഡാക്കി. എൻ്റെ ഓക്കെ എൻ്റെ പുറകിലത്തെ പൊടി കണ്ട. ഓഹ്, മുഴുവൻ മേഘാലയയിലെ പൊടിയാണ്. ഇവിടെ ഒരു മാറ്റില്ല കേട്ടോ. നല്ല ബ്ലോക്കാണ്, നല്ല ജാമ തന്നെയാണ്. നമ്മൾ ഭക്ഷണം കഴിച്ച് വണ്ടി റോഡിലേക്ക് ഇറക്കിയപ്പോൾ നല്ല ജാമ. നല്ല കുഴപ്പമെന്ന് അറിയില്ല. ആസാമിലേക്ക് കയറി കഴിയുമ്പോൾ ബ്ലോക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ആസാമിലേക്ക് കയറിയപ്പോൾ അതിനൊക്കെ ക്രമം കൂടെ അനങ്ങളിലെ വണ്ടി. പിന്നെ നമ്മളെ മേഘാലയയിൽ വണ്ടി ഇത്തിരി അനങ്ങെങ്കിലും ചെയ്യായിരുന്നു. ഇപ്പോൾ ആസാമിലെ അനങ്ങളും കൂടി ഇല്ല വണ്ടി കേട്ടോ. കിലോമീറ്റർ എന്നൊക്കെ വരി അനങ്ങളിലെന്നുള്ള വണ്ടി. ഓ, വല്ലാത്തൊരു അക്രമമായിട്ട് പോകും. ഇന്ന് സമാധാനം കയറി ഞാൻ കിടന്നതാ. വണ്ടിയിലൊന്ന് പോകണപ്പോൾ കയറി കിടന്നു. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ലേ, ഇങ്ങനെ അനക്കി നിൽക്കുക. അപ്പോൾ ഒന്ന് കയറി കിടന്നൊരു ഉറക്കം പിടിച്ച് കൊടുത്തേക്ക് വണ്ടിയിൽ പോയി ഉറങ്ങി. പോയിട്ട് നദിന്ന് പറഞ്ഞില്ല, തൊട്ടപ്പുറത്തോട് നിർത്തും. ആസാമിൽ കയറിയപ്പോൾ രക്ഷപ്പെട്ടു. എത്തി. അവിടുന്ന് കറക്റ്റ് 100 മീറ്റർ, നമ്മൾ കിടന്നിടത്ത് 100 മീറ്റർ, കറക്റ്റ് 100 മീറ്റർ. ആസാമിൽ കയറിയപ്പോൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ ബ്ലോക്ക് കഴിഞ്ഞു വിചാരിച്ചു. ആസാമിൽ കയറിയപ്പോൾ അതിലും വലിയ ബ്ലോക്കാണ് കാണുന്നത്. കറക്റ്റ് 100 മീറ്റർ നമ്മൾ കിടന്നിടത്തുന്നു. നമ്മുടെ ലൈൻ ചെറുതായിട്ട് നീങ്ങണ്ട, അവിടെ നിർത്തിയില്ല. നമ്മളിപ്പോൾ വന്നിടത്ത് നിർത്തി. അവിടെ ഒരു 5 മിനിറ്റ് കിടന്നിട്ട് അവിടെ നിന്ന് പിന്നെ എടുത്ത് കിട്ടും. ഇതൊക്കെ എത്ര ദിവസം പിടിക്കും? നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഈ വഴിക്ക് വരണ്ട. ഈ വഴിക്ക് വന്നപ്പോൾ അങ്ങാടിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് മറ്റേ വഴി വന്നതായിരുന്നു. പക്ഷെ ഞാനത് മണ്ടത്തരായി. ഇത്രയും അതൊരു സാധാരണ നമുക്ക് ഞാൻ പറയാം, കൽക്കട്ടയൊക്കെ വെച്ചാൽ നമുക്ക് അരക്കൂരൊക്കെ വെച്ചാൽ നമുക്ക് അണ്ണന്മാരെ കിട്ടാറുണ്ട് ഈ റൂട്ടിലേക്ക് വരുമ്പോൾ. ഈ ട്രിപ്പ് വന്നപ്പോൾ അണ്ണന്മാരെ ആരെയും കിട്ടി. കാരണം ഈ വഴി ഇത്ര പൊട്ടിപ്പൊളിഞ്ഞ് നടക്കണ കാരണം അണ്ണന്മാരാരും വരാതെ. വെറുതെ നമ്മുടെ 2.5 ദിവസം പോയി. ഇത് കാണാണ്ട് തേയിലത്തോട്ടങ്ങൾ ഇവിടെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ മേഘാലയ കഴിഞ്ഞ് ഇങ്ങോട്ട് കയറുമ്പോൾ ഈ തേയിലത്തോട്ടങ്ങൾ കാണാം ഇഷ്ടം പോലെ. വണ്ടി ഇവിടെ നിർത്തിയിട്ടേക്ക്. അപ്പോൾ ഞാൻ ഇറങ്ങിയത് 2 സൈഡിലും തേയിലത്തോട്ടം അവിടെ. നമ്മുടെ കുട്ടി ഇവിടെ സൈഡാക്കി കിടക്കണം. നമ്മൾ മാത്രമല്ല, വണ്ടികളെല്ലാം വരി കിടക്കണണ്ട. ഇവിടെ എന്താ ടോൾ ഗേറ്റ്, ഇവിടെ മുന്നോട്ട് പോയി പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ് ഒക്കെ അവിടെ ചെക്കിങ് എന്ന് പറഞ്ഞാൽ. പണ്ട് ത്രിപുരയിലെ പോലെ പായ കട്ടയച്ച് നോക്കുകയാണെന്ന് അറിയില്ല. കണ്ട ഇവിടെയും കണ്ട, ഇവിടെയും തേയിലത്തോട്ടം കണ്ട. ഇവിടെ പിന്നെ വെട്ടി വെച്ചേക്കാം, എന്താണെന്നറിയില്ലത്. നമ്മളിത് തേയില ഇപ്പം നല്ല ഒട്ടുക്കത്തെ ചൂട്. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേണ്ടോ ഒരു ഇരുട്ട് വീഴുന്നോടത്തേക്കും ഭയങ്കര തണവായിരിക്കും. നമുക്ക് കോട്ടിട്ടിട്ട് ഉള്ളു കിടന്ന് വിറക്കിലായിരിക്കും. ഭയങ്കര കുത്തിക്കയറോടെ തണുപ്പായിരിക്കും. ഇന്നലെയൊക്കെ എന്നായിരുന്നറിയാം, 2.5 ദിവസമായി ഈ ബ്ലോക്ക് തുടങ്ങിയിട്ട്. പിന്നെ ഇവിടെ പിന്നെ സമ്മാനം കേട്ടാ, നല്ലൊരു മര്യാദയുള്ളൊരു വഴിയാണ്, നല്ല കുഴപ്പമില്ലാത്തൊരു വഴിയാണ്. അത് കാരണം കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ മേഘാലയയിൽ പൊടിയും ഒരു ജാതി വഴിയായിരുന്നു മേഘാലയയിൽ. അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് പിന്നെയും കുഴപ്പമില്ല. എന്തൊരു സംഭവം എന്നറിയാം, വരണ വണ്ടിയിലൊക്കെ ഒരു ടോൾ ഗേറ്റ് ഉണ്ട്. വരണ വണ്ടികളെല്ലാം ഇവിടെ ആസാമിലേക്ക് കയറുന്ന വണ്ടികളെല്ലാം ആസാം പോലീസ് വണ്ടിക്കകത്ത് കയറി ചെക്ക് ചെയ്യണം. നമുക്കിപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റും. അവർ നിൽക്കണുണ്ട്, അവർ വീഡിയോ എടുക്കണത്. അവർ കയറി ചെക്ക് ചെയ്യണം. കണ്ടോ, അവർ ഭയങ്കര ചെക്ക് ചെയ്യണം. അപ്പോൾ അവർ കാണാൻ പാടില്ല. കണ്ട നമ്മുടെ മൊബൈലൊക്കെ മേടിച്ചു കണ്ടോ, അവർ ചെക്ക് ചെയ്യണം. വണ്ടികളെല്ലാവരും കയറി ചെക്ക് ചെയ്യണം. അതാണ് വിഷയം. അതാണ് ഈ ബ്ലോക്ക്. വണ്ടികളൊക്കെ അവർ ചെക്ക് ചെയ്യണം. ഇതുണ്ടോ വണ്ടി ഒരു ചെക്കിങ്ങാണ്.
മൊത്തം ചെക്കിങ് ആണ്. നമുക്കവിടെ ഇവിടെ സൈഡിലൊക്കെ പോലീസുകാർ ഭയങ്കര തോക്കും സാധനമൊക്കെ പിടിച്ചിട്ട് ഭയങ്കര സെറ്റപ്പാണ്. അപ്പോൾ അവർ കാണാൻ പാടില്ല. ഭയങ്കര ചെക്കിങ് ആണ്. ചെക്കിങ് കഴിഞ്ഞിട്ട് വണ്ടി അകത്തേക്ക് ആസാമിലേക്ക് വണ്ടി കയറ്റുള്ളതാ. ഇതാണ്ട നമ്മുടെ വണ്ടി അകത്ത് കയറ്റിയിട്ട് പരിശോധിക്കണേണ്ട. മൊത്തം കണ്ട ടോർച്ച് അടിച്ചൊക്കെ നോക്കണം. എല്ലാ വണ്ടിയും കണ്ട അവർ നിർത്തി പരിശോധിക്കും. ഉണ്ടോ? എല്ലാ വണ്ടിയുടെ ബേക്ക് കട്ടൊക്കെ അയച്ചിട്ട് ഇതാ നമ്മുടെ വണ്ടി കയറുക. കട്ടൊക്കെ അയച്ചിട്ട് എല്ലാ വണ്ടിയും പരിശോധിക്കണ്ട. നമ്മളത് ബില്ല് മാത്രം ഉണ്ട്. നമ്മളവനെ ഒന്നുണ്ട് ഞാൻ കാട്ടിയിട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഇനി നമ്മൾ പോട്ടെ. ഒരു വണ്ടി കിടക്കണം നോക്കിയാൽ ദൈവത്തിന്. നമ്മളങ്ങനെ മേഘാലയ്ക്കകത്ത് കയറി, സോറി ആസാമിനകത്ത് കയറി. മേഘാലയ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആസാമിനകത്ത് കയറി. ഇനി നമ്മുടെ ഓട്ടം ആസാമിൽ കൂടിയാ. ഇതെല്ലാം മിസോറാം വഴിക്കില്ല, മേഘാലയ വഴിക്ക് പോകാനുള്ള വണ്ടികൾ നടക്കണം. നമുക്ക് രാത്രി തന്നെ ഓടുള്ളൂ. 2.5 ദിവസം പോയി നമ്മുടെ. 2.5 ദിവസം നമ്മളിപ്പോൾ ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് എത്ര കിലോമീറ്റർ ആയെന്ന് അറിയാം. നോക്കിയാൽ വണ്ടികൾ നടക്കണുണ്ടോ? എത്ര കിലോമീറ്റർ ആയി ഇപ്പോൾ. 2.5 ദിവസത്തിന് ശേഷം നല്ല വഴി കണ്ടു ഇപ്പോൾ. നോക്കി ഒറ്റ അണ്ണന്മാർ, അല്ല അണ്ണന്മാരല്ല, ഒറ്റ അണ്ണന്മാരുടെ വണ്ടിയില്ലോട്ടോ. അല്ലെങ്കിൽ എത്ര അണ്ണന്മാരുടെ വണ്ടി കണ്ടെന്നറിയാം ഇവിടെ. ഞാനത് ഈ റൂട്ടിലേക്ക് കയറിയപ്പോഴും നോക്കണത് അണ്ണന്മാരുടെ വണ്ടികളൊന്നുമില്ല. ഇത് ഈ പ്രശ്നങ്ങൾ കാരണമൊക്കെ ഈ അണ്ണന്മാർ ഇപ്പം ഇങ്ങനെ ആകെ ഒരു അണ്ണൻ്റെ വണ്ടിയാണ് നമ്മൾ ഈ റൂട്ടിൽ കണ്ടത്. അന്ന് ആ കയറുകെട്ടയക്കുന്ന വണ്ടി. അല്ലെങ്കിൽ എത്ര വണ്ടി കാണുന്നതാണ് അണ്ണന്മാരുടെ. എന്തൊട്ടാ വരി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഈ വഴിക്ക് വരണ്ട കേട്ടോ ദിനീഷ. ഈ വഴിക്ക് വന്നാൽ 5 ദിവസം വരും. സ്റ്റൗവും പാത്രമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. സ്റ്റൗവും പാത്രം ഉണ്ട്. ചോറ് വെക്കാള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് വെച്ച് പോകാം അല്ലേ. എന്ത് ചെയ്യണം? അപ്പുറത്ത് നോക്കി 150 രൂപ കൂടെ കുഴപ്പമില്ല. കവുങ്ങും തോട്ടങ്ങളാണ്. കവുങ്ങും തോട്ടങ്ങള് തിരക്കെല്ലാം കഴിഞ്ഞു. നമ്മള് ആന്ധ്ര വണ്ടി ഇഷ്ടം വരും. 2 എണ്ണം വണ്ടി ഉണ്ട്. 2 എണ്ണം വണ്ടി. നമ്മളിപ്പോ 2ാമത് ആസാമിലേക്ക് കയറിയിട്ട് കിട്ടിയ, വീണ്ടും ആസാമിലേക്ക് കയറിയപ്പോ കിട്ടിയ ടൗണാ. ഒരു മുമ്പ് ഒരു ചെറിയ ടൗൺ പോലെ കിട്ടി. ഇതിപ്പോ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ടൗണാ. കുഴപ്പമില്ലാത്തൊരു ടൗണാണ്. കുഴപ്പമില്ലാത്തൊരു ടൗണാട്ടോ. കുഴപ്പമില്ലാത്തൊരു ടൗണത്. കുഴപ്പമില്ലാത്തൊരു ടൗണാ. ഇന്ത്യൻ ഓയിലൊക്കെ ആസാം ഓയിലാണ് ഇവിടെ. ആസാം ഓയിൽ മുമ്പിൽ കാണുന്ന തേയിലത്തോട്ടങ്ങളാട്ടോ. തേയിലാണ്, തേയില. ഇതണ്ട തേയിലക്കുന്നുകളാണ്. തേയില തേയില തേയിലത്തോട്ടങ്ങളാണ്. നല്ല റോഡിലേക്ക് വണ്ടി കയറിയപ്പോ ഒരു സമാധാനമായി മനസ്സിന്. 2.5 ദിവസമായി നല്ലൊരു റോഡ് കണ്ടിട്ട്.
നമ്മൾ കണ്ട ആ ടൗണിൻ്റെ ആ ഭാഗങ്ങൾ കഴിഞ്ഞ് ഇത്തിരി ഒരു 10 കിലോമീറ്റർ നല്ല ലെവൽ റോഡിൽ ഓടിയുണ്ട്. അതേപോലെ അടുത്ത സ്ഥലത്ത് നമ്മൾ വീണ്ടും ബ്ലോക്കായി ഉണ്ടോ. അന്നങ്ങളിലെ വണ്ടി ഓഫ് ചെയ്തിട്ടേക്കണ വണ്ടി ഉണ്ടോ കണ്ടോ. നല്ല ഗംഭീര ബ്ലോക്കാണ്. ഗംഭീര ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഗംഭീര ബ്ലോക്കാണ്. ഇവിടെ പാതിരാത്രി ആവും തോന്നുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. കാരണം വേറെ വയ്യാണ്ടായി 2-3 ദിവസമായി ഈ ബ്ലോക്കിൽ കിടക്കുന്നുണ്ട്. അനക്ക് വണ്ടി ഇങ്ങനെ അനങ്ങി നിൽക്കുക. മേഘാലയ കയറി കഴിഞ്ഞാൽ ഷില്ലോങ് നമ്മളത് മില്ലാന്ന് എടുത്തില്ല. മറ്റേ ടോളിൻ്റെ അവിടെ നിന്ന് വീടെടുത്ത് സ്റ്റാർട്ട് ചെയ്തില്ലേ. ആ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 10 കിലോമീറ്റർ കഴിയുമ്പോൾ തുടങ്ങിയതാണ്. ഷില്ലോങ് കഴിഞ്ഞിട്ട് ആണ് ഞാൻ വണ്ടി നിർത്തി. ആ ടോൾ കഴിഞ്ഞിട്ട് 10 കിലോമീറ്റർ കഴിയുമ്പോൾ തുടങ്ങിയതാണ് റോഡ്. പിന്നെ റോഡേ ഇല്ല. ഭ്രാന്തായിരുന്നുള്ള. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കുന്നത്. നാളത്തെ പുതിയ വിഷയങ്ങളായിട്ട് നാളെ വരാം.